ഇനി നിമിഷങ്ങൾ മാത്രമേ VS ഇവിടെ ഉണ്ടാകൂ. ശേഷം ദർബാർ ഹാളിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും. അപ്പോഴും ഈ ഓട്ടോ തൊഴിലാളികളാണ് ഇത് സ്ഥാപിച്ചത്. എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? നമ്മൾ ഓർക്കുന്നത് എൻ്റെ ചെറുപ്പം മുതലേ നമ്മൾ ഒരു പാർട്ടി പ്രവർത്തനമാണ്, നേരത്തെ പ്രവർത്തനമൊക്കെ. അപ്പോൾ നമുക്ക് അന്ന് വരെയുള്ള ഒരു പുള്ളിയാണ്. ഒരു ആത്മാർത്ഥതയുള്ളതും ജനത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തതും ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും ആ ഒരു രീതിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് കുറച്ചുകൂടെ ആത്മാർത്ഥത നിൽക്കാൻ. ഇവിടെ ഓട്ടോ ഓടുന്ന ആളാണ്. അപ്പോൾ അച്യുതാനന്ദൻ്റെ ഇത് നമ്മൾ ഡെയിലി പുള്ളിയുടെ വിശേഷം നമ്മൾ അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ആംബുലൻസ് ഇവിടെ നിരന്തരം ആംബുലൻസ് വരുമ്പോൾ അത് ചോദിക്കും, അപ്പം പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്, നേരത്തെ പറഞ്ഞ ചെക്കപ്പിനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ ഒരു മോള് താമസം ഡോക്ടർ തങ്കരാജൻ്റെ വൈഫാണ്. അപ്പം പുള്ളിക്കാരി ഇതിൽ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് അച്ഛനെങ്ങനെയുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു കിടപ്പുണ്ട്. നിരന്തരം ഓരോ ദിവസം അച്യുതാനന്ദൻ്റെ സുഖം അന്വേഷിച്ചാണ് ജോലിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികളുണ്ട്. ചേട്ടൻ്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? എൻ്റെ ഓർമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ 92 കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷകമായത്. കാരണം എന്തെന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടം. അത് എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ജനങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും കണ്ട് അതിലേക്ക് വരികയായിരുന്നു. ഞാനൊരു പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളല്ല, പാർട്ടി അനുഭാവിയാണ്. പക്ഷേ അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് മാത്രം അതിലേക്ക് വരികയും അദ്ദേഹം പൊതുവെ തൊഴിലാളി വർഗ പാർട്ടി ഉണ്ടാക്കി അതിൽ തൊഴിലാളിയും പാർട്ടിയും വ്യത്യസ്തമില്ലാത്ത രീതിയിൽ എല്ലാ ജനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്. ആ ഒരു ഓർമ്മയാണ്. അതുകൂടാതെ ജനങ്ങളിൽ ഇത്രയും ഇഴുകിച്ചേർന്ന മരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആരാണ്ട് പറഞ്ഞാൽ ജനഹൃദയം കേരളത്തിൽ ഒരു കേരളീയനെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസപ്രകാരം അദ്ദേഹം അവരുടെ മനസ്സുകളിൽ നിന്നും ജീവിച്ചിരിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ചേട്ടൻ തൊഴിലാളി നേതാവാണ് ഇവിടെ പറയുന്നത്. അതെ, അത് ഇനി ഇതേപോലൊരു നേതാവ് ഇനി നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു നേതാവാണ്. പാവങ്ങളോടും കർഷക തൊഴിലാളികളോടും എത്ര ഇതായിട്ടാണ് പറഞ്ഞാലും ഇത്രയും നല്ലൊരു നേതാവിനെ കിട്ടാൻ ഇനി കേരളത്തിൽ ഇല്ല. അതേ എനിക്ക് പറയാൻ